നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒന്ന് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകുമ്പോൾ അത് എത്ര വലിയ വേദനയായിരിക്കും നൽകുന്നത്. അത് നമ്മൾ പെറ്റുപോറ്റിയ നമ്മുടെ പിഞ്ചുമക്കളാണെങ്കിൽ ആ വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ളത് തന്നെ. തൻ്റെ സ്വന്തം കൈകളിൽ നിന്ന് തൻ്റെ മകൻ മരണത്തിലേക്ക് പോകുന്നത് ഏതൊരമ്മക്കാണ് സഹിക്കാനാകുക. ഇത്തരമൊരു ദാരുണ സംഭവമുണ്ടായത് കോട്ടയം മാഞ്ഞൂരിലാണ്. മാഞ്ഞൂരിലെ അമ്പലത്തോട്ടിന് കുറുകെയുള്ള മരപ്പാലത്തിലൂടെ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു അംബികയും മകനായ 2.5 മാസം പ്രായമുള്ള ഷാരോണും. ദ്രവിച്ചു നിൽക്കുന്ന പലകയിലേക്ക് ചവിട്ടാതെ ബലമുള്ളതെന്ന് ഉറപ്പിച്ച് ചവിട്ടിയ പലക ഉള്ളു ദ്രവിച്ചതായിരുന്നു എന്ന് അംബിക അറിയാൻ വൈകിപ്പോയി. കാലി തെറ്റിപ്പോയ അംബികയുടെ കയ്യിൽ നിന്നും പൊന്നുപോലെ താൻ വളർത്തുന്ന തൻ്റെ പൊന്നുമോൻ വെള്ളത്തിലേക്ക് വീണുപോയി. ഈ ഒരു സാഹചര്യം എങ്ങനെ പറഞ്ഞറിയിക്കും എന്നു പോലും അറിയില്ല. അത്രയേറെ ദാരുണ സന്ദർഭം തന്നെ ഇത്. തോട്ടിലൂടെ ഒഴുകിപ്പോകുന്ന തൻ്റെ പൊന്നുമോനെ കണ്ട് ആർത്ത് നിലവിളിക്കാനല്ലാതെ അംബികക്ക് ഒന്നും കഴിഞ്ഞില്ല. പരിപാലന കുറവും ഇടയ്ക്കിടെ പരിശോധനയില്ലാതെയും അറ്റകുറ്റപ്പണി നടത്താതെയും നടക്കാൻ ഇട്ടിരിക്കുന്ന ഇതുപോലെ തോടിന് കുറുകെയുള്ള പാലങ്ങളിലൂടെ സ്വന്തം ജീവൻ പോലും മറന്ന് പരീക്ഷണങ്ങൾ നടത്താൻ തുനിയരുത്. ഇതാണ് ഇത്തരം സംഭവങ്ങളിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. കൂടാതെ പ്രദേശവാസികൾ പുതിയൊരു പാലത്തിനായി ചുമതലപ്പെട്ടവരെ ബന്ധപ്പെട്ടപ്പോഴൊന്നും അവരുടെ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടായില്ല എന്നുള്ളതും ഇത്തരക്കാരുടെ വീഴ്ചകളെ തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒഴുകിപ്പോകുന്ന കുഞ്ഞിനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അംബികയുടെ അടുത്തേക്ക് ഓടിയെത്തിയത് അയൽവാസിയായ സനിൽകുമാറാണ്. ഇദ്ദേഹത്തിനാണെങ്കിലോ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. മധ്യവയസ്കനായ അദ്ദേഹം തൻ്റെ ജീവൻ പോലും നോക്കാതെ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തത് ഇദ്ദേഹം കാരുണ്യം നിറഞ്ഞ ഒരു മനസ്സിൻ്റെ ഉടമയായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാൾ അത്തരത്തിൽ ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും ജീവൻ നഷ്ടപ്പെടുന്ന കാര്യം തന്നെ. അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രശംസകൾക്ക് അർഹൻ തന്നെയാണ് സനിൽകുമാർ. എന്തായാലും ഈ പ്രശ്നം കൊണ്ട് ഇപ്പോൾ ഗണപതിത്തോടിൻ്റെ മുകളിലുള്ള മരപ്പാലം നീക്കം ചെയ്ത് പകരം പുതിയ പാലം നിർമ്മിക്കുവാനുള്ള തീരുമാനത്തിലെത്തി. 2 പാലമുണ്ട്. ഒരു പാലത്തെ കൂടെ കയറാൻ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ എന്നും പോകുന്ന പാലത്തെ കൂടെ കയറിയത്. ആദ്യം ഞാൻ നോക്കിയപ്പോൾ ഒരു തടി പകുതിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് അത് ദ്രവിച്ചതായിരിക്കും എന്ന് ഓർത്ത് അത് കഴിഞ്ഞിട്ടുള്ള പലകയിലേക്ക് കാല് വെച്ചു. പക്ഷെ അത് ദ്രവിച്ചു പോയിരുന്നു. ഒടിഞ്ഞ് താഴെ എൻ്റെ കാലതിൽ കുടുങ്ങി. ആ ഇരുന്ന ഫോഴ്സിൽ കൊച്ചു കയ്യിൽ നിന്ന് സ്ലിപ്പായി ഒഴുകി പോവായിരുന്നു. സാധാരണ ഞാൻ വരുമ്പോൾ അവിടെ ആരും കാണുന്നതല്ല. എന്നാൽ ആരും കാണാത്ത ഇടത്ത് ഒരു നിയോഗം പോലെ എത്തിയ 2 മനുഷ്യർ. ഇത്രയും നാൾ ചേർത്ത് വച്ച തന്റെ കുഞ്ഞ് ആദ്യമായി തന്നിൽ നിന്ന് അകലുന്നത് കണ്ട് ആ അമ്മ നിലവിളിച്ചു. അയൽക്കാരനായ സനിൽകുമാർ നേരെ വെള്ളത്തിലേക്ക്. അപ്പോൾ ഞാൻ ഇറങ്ങി ചെല്ലുമ്പം ഈ കൊച്ചു തലകീഴായിട്ട് ഇങ്ങനെ തോട്ടി വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി വരുമോ. പെട്ടെന്ന് തന്നെ ഞാൻ ആ തലകീഴായി തന്നെ എടുത്ത്. അപ്പം കരയ്ക്കുന്നവർ പറഞ്ഞു ഇങ്ങനെ നിവർക്കണ്ട. പെട്ടെന്ന് തന്നെ ആ തലകീഴായി തന്നെ അടിച്ച് പുറത്ത് തട്ടി. അപ്പം കുറച്ച് കരയ്ക്ക് കയറിയപ്പം നമ്മുടെ കൂട്ടുകാരനുണ്ടായിരുന്നു ജോബി. അവൻ്റെ കയ്യിലോട്ട് അവൻ പകുതി ഇറങ്ങി വന്നത്. അവൻ്റെ കയ്യിലോട്ട് കൊച്ചിനെ കൊടുത്ത് തന്നെ മുട്ടിയാറെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. ചേട്ടൻ ഏതാണ്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അതുപോലും നോക്കാതെ പെട്ടെന്ന് പുള്ളി ചാടി ഇറങ്ങി എടുത്തു. കൊച്ചിൻ്റെ തല ഇങ്ങനെ താഴത്തോട്ട് പിടിച്ചിട്ട് തട്ടി വെള്ളമെല്ലാം കളഞ്ഞു. പിന്നെ നാത്തൂൻ നേഴ്സാണ്, അവളുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ അവളും വായിലേക്കൊക്കെ വെള്ളം വലിച്ചെടുത്ത് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഭാഗ്യം കൊണ്ടാ കൊച്ച് രക്ഷപ്പെട്ടെന്നാണ്. ഗണപതി തോടിന് കുറുകെ ദ്രവിച്ച ആ പാലത്തെ തോൽപ്പിച്ചുകൊണ്ട് പുതിയൊരു പാലം പിറക്കുകയാണ്. കരുതലിന്റെ പുതിയ പാലം. ദൈവം പല രൂപത്തിൽ വരുമെന്ന് പറയാറുണ്ട്. അംബികയ്ക്കും കുഞ്ഞിനും സനിൽകുമാറും ജോബിയുമൊക്കെ ദൈവങ്ങളാണ്.